ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീജാസ് വണ്ടർലാൻഡ്. ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് പനീർ കൊണ്ടുള്ളൊരു വിഭവമാണ്. പനീർ മസാലയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തി, ഫ്രൈഡ് റൈസ് എന്നിവയ്ക്കൊപ്പം ഒരു നല്ലൊരു കോമ്പിനേഷനാണ് ഈ പനീർ മസാല. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് 200 ഗ്രാം പനീറാണ്. ഒരു മീഡിയം സൈസ് സവാള പേസ്റ്റാക്കി വെച്ചിരിക്കുന്നു. ഒരു ടൊമാറ്റോ മിക്സിയിൽ പേസ്റ്റാക്കി വെച്ചിരിക്കുന്നു. ക്യാപ്സിക്കം, ടൊമാറ്റോ, സവാള എന്നിവ ഒരേ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു ക്യൂബ്സ് ആയിട്ട്. മല്ലിയില അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് അരിഞ്ഞത് എന്നിവ എടുത്തു വച്ചിരിക്കുന്നു. പാൻ ചൂടാക്കി അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിരിക്കുന്നു. 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പച്ചച്ചുവ മാറുന്നത് വരെ വഴറ്റി കൊടുക്കാവുന്നതാണ്. അതൊന്ന് ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്ക് കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന പച്ചമുളക് അതിലേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റാം. അത് നന്നായി വഴറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ സവാള പേസ്റ്റാക്കി എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല ബ്രൗൺ ആയതിനു ശേഷം പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന സവാള ഇട്ട് നന്നായിട്ട് വഴറ്റാം. സവാള പെട്ടെന്ന് വഴറ്റി വരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് വഴറ്റേണ്ടതാണ്. അപ്പോൾ സവാള പെട്ടെന്ന് വഴറ്റി വരും. സവാള ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ അതിലേക്കിട്ട് വഴറ്റി കൊടുക്കാം. സവാളയും ടൊമാറ്റോയും നല്ലതുപോലെ ബ്രൗൺ കളർ ആകണം. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പൊടികളെല്ലാം നന്നായിട്ട് പച്ചച്ചുവ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിലേക്ക് കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരാൻ വേണ്ടി മാത്രമാണ് കസൂരി മേത്തിയും ജീരകവും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ അത് ഒഴിവാക്കാം. നന്നായിട്ട് ഈ പൊടികളെല്ലാം വഴറ്റിയതിന് ശേഷം 1 കപ്പ് തിളച്ച വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഗ്രേവിക്ക് വേണ്ടിയുള്ള വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി അത് തിളപ്പിച്ചു കൊടുക്കുക. നന്നായിട്ട് ആ ഗ്രേവി തിളക്കേണ്ടതാണ്. എത്രത്തോളം ഗ്രേവി വേണോ അത്രത്തോളം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂൺ ഞാൻ പഞ്ചസാര ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. അത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം വേറൊരു പാൻ വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പനീർ ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ പനീറായിട്ടിട്ട് അധികം മൊരിഞ്ഞു വരേണ്ട ആവശ്യമില്ല. ഒരല്പം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഫ്രൈ ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റാം.
പനീർ ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് നമ്മൾ ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അല്പം ഒന്ന് വഴറ്റിയെടുക്കാം. അധികം ബ്രൗൺ കളർ ആകണ്ട, ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് തന്നെ ടൊമാറ്റോയും വഴറ്റിയെടുക്കാം. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേവിയിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും സവാളയും ടൊമാറ്റോയും ക്യാപ്സിക്കവും ഇട്ട് ഇളക്കിയെടുക്കാവുന്നതാണ്. ഇതെല്ലാം ഇടുമ്പോഴത്തേക്ക് ഗ്രേവി തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിലേക്ക് 2 സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ചുകൂടി ഗരം മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി കസൂരി മേത്തി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പനീർ മസാല റെഡി ആയിരിക്കുകയാണ്. ഇനി ഒരു ബൗളിലേക്ക് നമ്മുടെ പനീർ മസാല മാറ്റാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്.